ക്ഷേത്രവളപ്പിൽ വിളയിച്ച പച്ചക്കറികൾ സ്കൂൾ ഉച്ചഭക്ഷണത്തിന് നൽകി മാതൃകയായി മരാട്ടുകാവ് ക്ഷേത്ര സംരക്ഷണ സമിതി. എടത്തനാട്ടുകര ചിരട്ടക്കുളം മരാട്ടുകാവ് ഭദ്രകാളി ക്ഷേത്രവളപ്പിൽ ജൈവ രീതിയിൽ വിളയിച്ചെടുത്ത പച്ചക്കറികളാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്കായി നൽകി ക്ഷേത്രം സംരക്ഷണ സമിതി മാതൃക കാണിച്ചത്. എടത്തനാട്ടുകര TAM UP സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്കാണ് പച്ചക്കറികൾ നൽകിയത്. എടത്തനാട്ടുകരയിലെ കാവ് സങ്കല്പമുള്ള ഏക ക്ഷേത്രവും 200-ലേറെ വർഷം പഴക്കമുള്ളതുമായ ചിരട്ടക്കുളം മരാട്ടുകാവ് ക്ഷേത്രത്തിന്റെ പാരിസ്ഥിതിക പ്രത്യേകതകൾ സംരക്ഷിച്ചുകൊണ്ടാണ് പച്ചക്കറി കൃഷി നടത്തിയത്. ഏകദേശം 1.25 ഏക്കർ വിസ്തൃതിയുള്ള ക്ഷേത്രവളപ്പിൽ കാവിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് യാതൊരു ഭംഗവും വരുത്താതെയുള്ള സ്ഥലങ്ങളിലാണ് കൃഷി ഒരുക്കിയത്. വാഴ, പച്ചമുളക്, പയർ, വെണ്ട, വഴുതന, കുമ്പളം, മത്തൻ, ചിരങ്ങ തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികളാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിളയിച്ചെടുത്തത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സാമൂഹികവും പാരിസ്ഥിതികവുമായ ഉത്തരവാദിത്വം ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വിളവുകൾ വിദ്യാലയത്തിന് കൈമാറിയത് എന്ന് ക്ഷേത്രം സംരക്ഷണ സമിതി ഭാരവാഹി P. ജയശങ്കരൻ പറഞ്ഞു. ക്ഷേത്രവളപ്പിൽ നടന്ന ചടങ്ങിൽ കാവ് സങ്കല്പവും കാവുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യവും സംബന്ധിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. കാവുകളുടെ സംരക്ഷണം ജൈവ വൈവിധ്യവും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിൽ വഹിക്കുന്ന പങ്കും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളായ P. ജയശങ്കരൻ, P. വാസുദേവൻ, ക്ഷേത്രം മേൽശാന്തി രമേശ് എന്നിവരിൽ നിന്ന് സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി ഭാരവാഹികളായ KT ജഫീർ, K. ജാസിറ, അധ്യാപകരായ K. ജുനൈദ്, VP സനൽകുമാർ, PM ഫായിസ, ബിബി എന്നിവരും വിദ്യാർത്ഥികളും ചേർന്ന് പച്ചക്കറികൾ ഏറ്റുവാങ്ങി. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.